വെൽക്കം ടു നൗറാസ് കിച്ചൺ. ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നത്തോലി തോരനാണ്, അഥവാ വത്തള് മീൻ വെച്ചിട്ടുള്ള ഒരു തോരൻ. ഈ തോരന് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. ഒരുപാട് ഇങ്ങനെ സ്പൈസി ആയിട്ടുള്ള ഒരു ടൈപ്പല്ല. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം നമുക്ക്. അതിനായിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളുത്തുള്ളിയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ എടുത്തിരിക്കുന്ന വെളുത്തുള്ളി വലുതായതുകൊണ്ട് തന്നെ ഞാനൊരു 2 വെളുത്തുള്ളി എന്ന് പറയാം, അത്രയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ ഒരു 4 പീസ്, ചെറിയ പീസ് 4 പീസായിട്ടുള്ള ഇഞ്ചി, 3 പച്ചമുളക്, ഒരു 3-4 ചെറിയ ഉള്ളി നമ്മൾ കുറച്ചധികം ചേർത്താലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ കുറച്ച് തേങ്ങ, ആ തേങ്ങയും കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെടുക്കുന്ന വത്തളിൻ്റെ അളവനുസരിച്ച് ഇതിൻ്റെ അളവുകൾ കൂട്ടിയും കുറച്ചൊക്കെ ആയിട്ട് ഉപയോഗിക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. നമ്മളിതിൽ മഞ്ഞൾപ്പൊടിക്ക് മുൻതൂക്കം കൊടുക്കുന്നുണ്ട്, കുറച്ചധികം ചേർക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പാകത്തിനുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. വേറെ മുളക് പൊടിയൊന്നും ഇതിലേക്ക് യൂസ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് ഇതിലേക്ക് പുളിയാണ് ചേർക്കുന്നത്. ഞാൻ ഏകദേശം കുറച്ച് പുളി, ഒരു ചെറിയ കൈപ്പിടിയായിട്ടുള്ളൊരു ചെറിയൊരു ഭാഗം പുളി എടുത്തിട്ടുണ്ട്. അതിനെ ഞാൻ വെള്ളത്തിലിട്ടിട്ട് നന്നായി കുതിർത്ത് വെച്ചതാണ്. അതിൻ്റെ നീര് ഇതിലേക്ക് പിഴിഞ്ഞ് ചേർത്ത് കൊടുത്തു. ഇതൊക്കെ കൂടി ചേർത്ത് നമുക്ക് നല്ലൊരു അരച്ചെടുക്കണം. പേസ്റ്റ് പോലെ ആകരുത്, ഒരു ചതഞ്ഞ രൂപത്തിൽ ഇത് അരച്ചെടുക്കുക. ഇതാ മിക്സിയിൽ കാണുന്ന പോലെ ഈ ഒരു രൂപത്തിലാണ് നമ്മൾ ഇതിനെ ചതച്ചെടുക്കേണ്ടത്. ഇനി ഞാനിവിടെ വത്തള് നന്നായി കഴുകി വൃത്തിയാക്കിയ വത്തള് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഈ വത്തളിലേക്ക് ഈ മസാല നന്നായിട്ട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച മസാല ഇതിലേക്ക് ചേർത്ത് നല്ലോണം പിടിപ്പിച്ച് കൊടുക്കുക. എല്ലാ ഭാഗത്തും നല്ലോണം പിടിക്കുന്ന വിധത്തിൽ തന്നെ പിടിപ്പിച്ച് കൊടുക്കണം. പിന്നെ ഇത് നമുക്ക് ഒന്നും കൂടെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഇതിൽ ഉപ്പും കാര്യങ്ങളൊക്കെ പാകാക്കുന്നത് ആ അരപ്പിന് തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് ചേർക്കുന്ന ഉപ്പ് തന്നെയാണ്. അപ്പോൾ ഉപ്പിൽ വല്ല കുറവും നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ നല്ലോണം ഇങ്ങനെ നമ്മൾ പിടിപ്പിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഇവിടെ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം ഞാനിവിടെ മൺചട്ടിയിലാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് മൺചട്ടിയിലേക്ക്. അതിലേക്ക് ഞാൻ കുറച്ച് ഉലുവ ചേർത്തിട്ടുണ്ട്. ആ ഉലുവ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മളതിലേക്ക് ചെറിയ ഉള്ളി നല്ലോണം കൊത്തി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിത് രണ്ടും കൂടെ യൂസ് ചെയ്തിട്ടുള്ളത്. ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയും കൂടെ അരിഞ്ഞെടുത്തതാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിൽ നിങ്ങൾ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഞാനിത് ഉണ്ടാക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് കറിവേപ്പില ഉണ്ടായില്ല, അതുകൊണ്ട് അതിൽ ചേർക്കാഞ്ഞത്. അപ്പോൾ ആ മസാല നമ്മൾ പിടിച്ചു വെക്കുന്ന സമയത്ത് അതിൽ തന്നെ വെച്ചിട്ട് ചേർത്ത് വെച്ചാലും മതി. ഇപ്പോൾ ഉള്ളിയൊക്കെ നല്ലോണം വഴന്നു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ വത്തള് ചേർത്ത് കൊടുക്കുകയാണ്. വത്തള് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഇളക്കി ചേർക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ചെറിയ മീനാണ്. അപ്പോൾ നല്ലോണം ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പതുക്കെ വേണം ഇളക്കാനായിട്ട്. അപ്പോൾ ഞാൻ ആ പ്ലേറ്റിലുണ്ടായിരുന്ന കുറച്ച് മസാലയിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് ഇളക്കി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിനെ പതുക്കെ മറിച്ചിട്ട് കൊടുക്കണം. ഒന്നായിട്ട് കുത്തി ഇളക്കാത്ത വിധത്തിൽ വത്തളിനെ വറ്റിച്ചെടുക്കുക. എങ്ങനെയായാലും ചെറുതായിട്ടൊക്കെ ഒന്ന് ഉടഞ്ഞു പോവും, എന്നാലും ഒരുപാട് അങ്ങോട്ട് ഉടഞ്ഞു പോവാതെ നോക്കുക. ഇതൊന്ന് മിക്സാക്കിയ ശേഷം ഇനി കുറച്ച് നേരം നമുക്കിതിനെ അടച്ചു വെക്കണം. അടച്ചു വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. പിന്നെ മീൻ അധികം നേരം കൊണ്ട് കുക്കായി വേവേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഒരുപാട് കുക്കായി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉടഞ്ഞു പോവും. ഇപ്പോൾ ആ മസാലയിൽ നിന്നും ഒക്കെ ഇറങ്ങി വന്ന വെള്ളമാണ് ഇതിൽ. ഞാൻ വേറെ സെപ്പറേറ്റ് വെള്ളം പിന്നെ ചേർത്തിട്ടൊന്നുമില്ല, അതിൽ തന്നെ വെള്ളം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ വെള്ളത്തെ ഒന്ന് ഇതിൽ നിന്നും വറ്റിച്ചെടുക്കാം. ഇത് ഞാനിവിടെ വീണ്ടും അടച്ചു വെച്ചതാണ്. ഇനി നമുക്കിത് കുറച്ച് നേരം കഴിഞ്ഞ് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇത് നല്ലോണം വെള്ളം വറ്റി വരുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ഇളക്കി കൊടുക്കുകയാണെങ്കിലും തന്നെ പതുക്കെ ഒരു സൈഡിൽ നിന്ന് പതുക്കെ ഇളക്കാൻ ശ്രദ്ധിക്കുക, ഒന്നായിട്ടിട്ട് കുത്തി ഇളക്കരുത്. ഇപ്പം നമ്മുടെ നത്തോലി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ആരും ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക,
നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മളിത് വിളമ്പിയ സമയത്ത് ഇതിൻ്റെ മേലെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ടേസ്റ്റി ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ലിങ്ക് ഷെയർ ചെയ്യുക. നൗറാസ് കിച്ചൺ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.